हेलो इंदिरा? यस सर, इंदिरा। कांग्रेचुलेशंस इंदु। थैंक यू। एक आदमी नीचे तुम्हारा इंतजार कर रहा है। ओह, ओके सर। ആ, എന്നെ ഇപ്പൊ ഗൾഫിൽ നിന്ന് വിളിച്ചിരുന്നു. ഇവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞ് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. എനിക്കതല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മിനിറ്റ് വെച്ച് കടലിന് അക്കരെ ഇരിക്കുന്ന മൂപ്പർ അറിയുന്നതാണ് അതിശയം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ ഒക്കില്ലല്ലോ. നമ്മളെ ഇന്ന് സമാധാന കമ്മിറ്റിക്ക് വിളിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. എന്നെയും വിളിച്ചിട്ടുണ്ട്. ആ, അതിരിക്കട്ടെ, നിങ്ങളുടെ ഡ്രൈവർ സിദ്ദിഖിന്റെ കാര്യം എന്തായി? ഓൻ ആസ്പത്രിയില്ല, ഇറക്കാൻ നമ്മൾ ആളെ വിട്ടിട്ടുണ്ട്. ഇവിടത്തെ ഭക്ഷണം മോശമായതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് പൊറോട്ടയും നല്ല ഒന്നാന്തരം ചില്ലി ചിക്കനും വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ തോന്നി അത് കഴിച്ച് നിനക്ക് ഇനിയും കൂടുതലായല്ലോ, അതുകൊണ്ട് മുഴുവനും ഞാൻ തന്നെ കഴിച്ചു. എനിക്കങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റാത്ത അസുഖമൊന്നുമില്ല. അത് കണ്ട തല അല്പമെങ്കിലും പൊങ്ങുമായിരുന്നെങ്കിൽ സ്റ്റേഷനിലെ പിരി ഒഴിവാക്കിട്ട് നീ ഇതേപോലെ വന്ന് കിടക്കുവോ? അങ്ങനെ വിളിക്കരുത്, അത് മോശം. ഇവിടെ ഇയാളെ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല. ഡോക്ടറുടെ സമ്മതം ഇല്ലാതെ കൊണ്ടുപോകാൻ ഒക്കില്ല. ഞങ്ങൾക്കൊരു ഡോക്ടറിന് സമ്മതം വേണ്ട. പോലീസിന്റെ വേണ്ടി വരും. കസ്റ്റഡിയിലെടുത്ത പ്രതിയാണ് ഇയാൾ, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് എവിടുത്തെ ന്യായമാ സാറേ? മര്യാദയ്ക്ക് ഇയാളെ കൊണ്ടുവെക്കരുത്. അത് കൊള്ളാം. അരിയിൽ നിന്ന് ആശാരിച്ചും കടിച്ച് പിന്നെയും പട്ടി. ആരാണ് നിങ്ങൾ അയച്ചത്? ഹുസൈൻ സാഹിബ് കമ്മത്തി സ്റ്റേറ്റ് കൊള്ളയടിക്കാൻ അയച്ച ആളാണോ? ആരാണ് അയച്ചത്? മാഡം. അപ്പോ കച്ചവടക്കാരുടെ നഷ്ടപരിഹാരം 4-5 ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് തന്നെ ഉണ്ട്. അതെല്ലാം പറഞ്ഞില്ലേ, പരിഗണിക്കും. ആ, നമ്മൾ സമാധാന കമ്മിറ്റിയെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നാട്ടിൽ നിങ്ങളെല്ലാം ചേർന്ന് സമാധാനം ഉണ്ടാക്കണം. കമ്മിറ്റി കൺവീനർ ശ്രീമതി, പേര് മറന്നു. മാഡം. ആ, മാഡം. മാഡം വേണം നേതൃത്വം നൽകാൻ. ഷുവർ. അപ്പൊ ശരി. ഞങ്ങളുടെ അറിവിലൂടെ ലഹള നടത്തിയവരുടെ പേരായത്. എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം. ആ, കമ്മീഷണർ, കമ്മിറ്റി കൺവീനർ ആയിട്ട് ഒരാളെ എടുത്തില്ലേ? മേഡമോ ഇടവമോ ഏതാ സ്ത്രീ? ഇന്ദിരാശങ്കർ. ഇവിടുത്തെ വിശ്വഭാരതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നവരാണ്. വേറെ എക്സ്പോർട്ട്, സീ ഫുഡ് തുടങ്ങിയ പല ബിസിനസ്സും ഉണ്ടാവും. ഓഹോ. ഏതായാലും ലഹളക്കാരെ സമാധാനമായി നേരിടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കർശനമായി ആക്ഷൻ എടുക്കണം. സർ, സഹദേവന്റെ ഇവിടുത്തെ ചാരായക്കട മാറ്റാൻ അമ്പലമുണ്ട് പള്ളിയുണ്ടെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ പൗരസംഘത്തിന്റെ നേതാവാണിവൻ. ഇല്ലടാ, ഇടിച്ചിവന്റെ എല്ലൊടിക്കണം. ഒരു ന്യായമൊക്കെ കേൾക്കണ്ട. പോലീസ് കുപ്പായിട്ട് അവർക്ക് എന്ത് തോന്നിയാസം കാണിക്കാന്ന്? മിസ്റ്റർ ഹുസൈൻ, ആ കള്ള ഇമാർ ഇൻസ്പെക്ടർ വെടിവെപ്പി പരിക്ക് പറ്റി ആസ്പത്രി കിടക്കണോടുന്ന എന്റെ ഡ്രൈവറെ പിടിച്ചോടുന്നത്. അത് എന്ത് കുറ്റത്തിനാണ് നിങ്ങൾക്ക് അറിയണം. ഞാൻ അന്വേഷിക്കാം. നിങ്ങൾ അന്വേഷിച്ചാലും വേണ്ടില്ല, തലകുത്തി മറിഞ്ഞാലും വേണ്ടില്ല. കോനെപ്പ വിട്ട് കിട്ടണം. ശരി, നമുക്ക് വഴിയുണ്ടാക്കാം. മിസ്റ്റർ ഹുസൈൻ സാഹിബ് ഇരിക്കൂ. ഇരിക്കണില്ല. കേരള അങ്ങോട്ട്. ഒരു സീനിയർ ഓഫീസറുടെ മുറിയിലേക്ക് കടന്നു വരുന്ന ഇങ്ങനെയാണോ? ഒട്ടും മാനേഴ്സ് ഇല്ലാതെ. സോറി സർ. മേ ഐ കം ഇൻ സർ? തനിക്ക് എന്താ വേണ്ടത്? എന്നോട് അന്വേഷിക്കാതെ ലോക്കപ്പിൽ ഇരുന്ന പ്രതികളെ സാർ റിലീസ് ചെയ്തു. അവരിൽ ആശുപത്രിയിൽ കിടന്ന ഒരു രോഗിയടക്കം ബലം പ്രയോഗിച്ചല്ലേ ഇയാൾ അറസ്റ്റ് ചെയ്തത്? റൈറ്റിൽ പങ്കെടുത്ത പ്രതികളാണ് സാർ അവര്. കുറ്റം സംബന്ധിച്ച് അവർ ഏറ്റുപറഞ്ഞ കാര്യങ്ങളാണിതൊക്കെ. ഈ ലഹളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച യോഗ്യന്മാർ ആരൊക്കെയാണെന്നത് അടക്കം അവരെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും സാർ എനിക്ക് പെർമിഷൻ തരണം. നോ, ലോക്കപ്പിൽ താൻ ഇടിച്ചു പറയിച്ച കാര്യങ്ങൾ കോടതിയിൽ അവർ നിഷേധിക്കില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്?
ഇതിൽ പ്രതികളാക്കിയിരിക്കുന്ന വ്യക്തികളെ തനിക്ക് ശരിക്കറിയാമോ? അവരുടെ സ്ട്രെങ്തും സോഷ്യൽ സ്റ്റാറ്റസും? ഇവിടുത്തെ പോലീസ് കമ്മീഷൻ അടക്കം ഓച്ചാനിച്ച് നിൽക്കുന്ന നാട്ടിലെ പ്രമാണിമാര്. ബൽറാം, അവരെ പേടിച്ചല്ലേ സാർ ഈ പ്രതികളെ വിട്ടുകൊടുത്തത്? പണവും സ്വാധീനവും ഉപയോഗിച്ച് തേഞ്ഞിക്കൽ ലഹള നടത്തിച്ചത് എന്റെ അന്വേഷണത്തിൽ ഈ സംഘമാണ്, അല്ലാതെ അതൊരു വർഗീയ കലാപമായിരുന്നില്ല. അടിസ്ഥാനമില്ലാതെ വാദിച്ചാൽ പോരാ. Can you prove that? സത്യമാണ് സർ. സത്യം കണക്കിലെടുത്ത് കോടതി ശിക്ഷ വിധിച്ചിരുന്നെങ്കിൽ ഈ ഉടുപ്പിട്ടുകൊണ്ട് താൻ എന്റെ മുന്നിൽ നിൽക്കില്ലായിരുന്നു. ഒരു ക്രിമിനൽ പുള്ളിയായിരുന്നെങ്കിലും സത്യരാജിനെ താനല്ലേ വെടിവെച്ചു വന്നത്? പലരുടെയും മുന്നിൽ വെച്ച് താൻ അയാൾക്ക് നേരെ നിറയൊഴിച്ചിട്ടും പ്രോസിക്യൂഷന് കുറ്റം കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ താൻ രക്ഷപ്പെട്ടു. അതിനു മുമ്പ് ഇയാൾ തന്നെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു ബ്രാഹ്മണ. സർ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ്. ഹലോ, കോടതിയെ ബോധ്യപ്പെടുത്താൻ എവിഡൻസ് വേണം. ഐ മീൻ സിമന്റഡ് പ്രൂഫ്. ഇത്തരത്തിലുള്ള വലിയവർക്കെതിരായി ആക്ഷൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് വി ആർ വാക്കിംഗ് ഓൺ എ റൈസേഴ്സ് എഡ്ജ്. സൂക്ഷിക്കണം. എടുത്തിയാടിയാൽ നമ്മളാവും പെടുക. താൻ ഇതിൽ പറയുന്ന ഒരു അന്വേഷി സഹദേവൻ അറിയില്ലേ? ഇവിടുത്തെ പാർട്ടിയുടെ സർ, അയാൾ തന്ന ലിസ്റ്റാണ്. ഹലോ, ഞാനിത് അറിയില്ല സാർ. രണ്ടു ദിവസം ഞാൻ കാണാം. പറയാനല്ലേ പറഞ്ഞേ? എന്ത് ഇടിക്കുന്നു? ശബ്ദിക്കരുത്. ഇങ്ങനെ ചെയ്യില്ല സാർ. എന്നെ കൊല്ലല്ലേ സാർ. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഇനി ഇവനെ തൊട്ടുപോകരുത്. മുരുകൻ സാർ പ്രത്യേകം പറഞ്ഞു ഇടിച്ചു കലക്കാൻ. ഇടിച്ചു കലക്കി ഇവൻ ചത്തുപോയാ നിന്നെ രക്ഷിക്കാൻ ആ നാറി വരുവാടാ. ഇഡിയറ്റ്. എന്നെ കൊല്ലല്ലേ സാർ. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഇനി ഇവനെ തൊട്ടുപോകരുത്. മുരുകൻ സാർ പ്രത്യേകം പറഞ്ഞു ഇടിച്ചു കലക്കാൻ. ഇടിച്ചു കലക്കി ഇവൻ ചത്തുപോയാ നിന്നെ രക്ഷിക്കാൻ ആ നാറി വരുവാടാ. ഇഡിയറ്റ്. ഇൻസ്പെക്ടറല്ലേ? ഇരിക്കൂ. നീ ചാടുപടി. ഷെൽട്ടറും പറ്റില്ല. നിന്റെ ഒരു കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ഇരിയോടെ ബാക്കി ഞാൻ വന്നിട്ട്. ആരല്ലേ വന്നേ? ഇൻസ്പെക്ടർ. എസ് ഐ ആണ് ഞാൻ. ബൽറാം സാറിനാണോ അന്വേഷിക്കുന്നത്? അതെ. സാർ ഇല്ലെന്ന് തോന്നുന്നു. നോക്കൂ. പ്ലീസ്. കൃഷ്ണ ജ്വല്ലേഴ്സിലാണല്ലേ? എന്താ? അല്ല, ലീലാമ്മ അന്വേഷിച്ചെന്ന് പറഞ്ഞു. നിങ്ങളെ അല്ല, ബൽറാം സാറിനെയാണ് അന്വേഷിച്ചത്. അദ്ദേഹം അവിടെ ഇല്ലേ? ഇല്ല. നിൽക്കൂ. എവിടെ പോയതാണ് അദ്ദേഹം? അറിയില്ല. അച്ഛനിപ്പോ വരാം. സിസ്റ്ററോട് കാര്യം പറയട്ടെ. സിസ്റ്റർക്ക് ഇപ്പോഴത്തെ എന്റെ സിറ്റുവേഷൻ അറിയാലോ. രാത്രി പോലും കോട്ടയത്തിൽ എത്താൻ നോക്കില്ല. അവിടേക്ക് ഇവിടെ കൊണ്ടുപോയാല് ഇല്ലെങ്കിൽ കുട്ടിക്ക് സങ്കടാവും. അവളുടെ കൂട്ടുകാരെല്ലാം പോയി. എനിക്കും ഇല്ലേ സിസ്റ്റർ വിഷമം. പ്ലീസ് ഒരു 2 ദിവസത്തേക്ക് എങ്ങനെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ശരി. മോളെ അച്ഛൻ പിന്നെ കൊണ്ടുപോകാം കേട്ടോ. അമൃത, ഇങ്ങ് വരൂ.
അച്ഛനിവിടെ കാത്തിരിക്കുക. എന്താ ഇവിടെ എനിക്ക് ബോർഡിങ്ങിൽ പോകണ്ട, അമ്മയുടെ കൂടെ മതി. മോൾ ഇവിടെ നിന്നോട്ടെ, കഷ്ടാണേ. ബോർഡിങ്ങിൽ ഒറ്റയ്ക്ക് എന്തിനാ അയക്കണേ? നീ ലാളിച്ച് ചീത്തയാകാതിരിക്കാൻ വേണ്ടി അല്ലേ മോളെ?